സുബ്ഹാനല്ലാഹ്. യാ സയ്യിദി ഖൈറൻ നബിയ്യിൻ, ആരോ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് എന്റെ നാഥനായവരെ എന്ന് വിളിച്ചു, അർത്ഥം വെച്ചു. സുബ്ഹാനല്ലാഹ്. ഒരു മൗലവി അദ്ദേഹം എന്റെ അതേ ശൈലിയിൽ പ്രസംഗിക്കുകയാണ്. നാഥൻ എന്ന് പറഞ്ഞാൽ അള്ളയല്ലേ, റസൂലുള്ളാഹിനെ നാഥൻ എന്ന് വിളിക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇങ്ങനെ ക്ലിപ്പിട്ടിട്ട് ആൾക്കാർക്ക് എത്തിച്ച് കർണാടകയിൽ നിന്ന് വിളിച്ചിട്ട് ഒരാൾ പറയുന്നു, പേരോട് ഉസ്താദ് മൗലിദിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാനല്ല, ഒരു മുജാഹിദ് മൗലവിയാണ് പ്രസംഗിച്ചത്. അവന്റെ വിവരക്കേട്. ഞാൻ ചോദിച്ചു, ഇവനെന്തൊരു മനുഷ്യനാ? എന്തേ ഇവനൊന്നുമില്ലെങ്കിൽ നാഥന് അള്ളാന്റെ റസൂലിനെ വിളിച്ചത് കൊണ്ടാണോ ഇവൻ ഇത്രയും വിഷമിക്കുന്നത്? എന്നാൽ ഇവനെന്തേ അനാഥ മക്കളിൽ നിന്ന് അള്ളയില്ലാത്ത മക്കളിൽ നിന്നാണോ അവൻ അർത്ഥം വെച്ചത്? അതുപോലെ തന്നെ അനാഥാലയം എന്ന് പറഞ്ഞാൽ പടച്ചോനില്ലാതെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണോ അതിന്റെ അർത്ഥം? കുടുംബനാഥൻ എന്ന് റേഷൻ കാർഡിൽ എഴുതി വെച്ചത് അള്ളാഹിനെ പറ്റിയാണോ? നാഥനെന്ന് നേതാക്കന്മാരെ പറ്റിയും രക്ഷിതാക്കളെ കുറിച്ചും നാഥനെന്ന് മലയാളത്തിൽ പറയുന്നൊരു വാക്കല്ലേ. സയ്യിദ് എന്നതിന് നാഥൻ എന്ന് പറയുമ്പോഴേക്ക് പറഞ്ഞവനെ പിടിച്ച് കാഫറാക്കുന്ന, മുസ്ലിമീങ്ങളെ കാഫറാക്കുന്ന ഏർപ്പാടുകാരൻ, അവനെപ്പോലെ ഈ ലോകത്ത് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്നവരാരാണോ? ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, അസയ്യിദി ഖൈറൻ നബി, നബിതങ്ങളോട് ഹൗദുൽ കൗസറിന് വേണ്ടി യാചിക്കുകയാണ് മുഅ്മിനീങ്ങൾ. എന്തേ കാരണം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാ, ഇന്നാ അഅതൈനാകൽ കൗസർ, അൽ കൗസർ തങ്ങൾക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു നബിയേ, തങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞൊരു സംഗതിയാണ് ഹൗദുൽ കൗസർ. ഇനി തങ്ങളിൽ നിന്ന് തന്നെ കിട്ടണ്ടേ? അതാ ഇന്നനാർജുയില്ല കൽസി ഹൗദിക്കലിൽ يوم نبي كتابي سيدي خير النبي. ഹൗദുൽ കൗസർ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിന് എനിക്ക് വിതരണം ചെയ്യണം. അത് വാങ്ങിക്കുടിക്കാൻ നിങ്ങൾ അർഹരാകണം. അതുകൊണ്ട് നിങ്ങൾ ആരും അബൂജഹലിന്റെ കലം കുടിക്കുന്ന പാർട്ടിയിൽ പെട്ടുപോകരുത്. നിങ്ങൾ മദ്യപിക്കുന്നവരാകരുത്, ലഹരി കുടിക്കുന്നവരാകരുത്. എന്റെ കയ്യിൽ ഹൗദുൽ കൗസർ നോക്കി കുടിക്കുന്നവരാകണം. ഞാൻ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഉമ്മത്തുകളായ നിങ്ങളിൽ കാത്തിരിക്കും. നിങ്ങളവിടെ വന്ന് എന്നോട് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കണം. നിങ്ങളതിനപ്പുറം കള്ളു കുടിച്ചിട്ട് നരകത്തിൽ കിടന്ന് അബൂജഹലിന്റെ സ്ഥലം കുടിക്കുന്നതിൽ പെട്ടുപോകരുത്. അവിടുന്ന് പഠിപ്പിച്ചില്ലേ സുഹൃത്തുക്കളെ? അവിടുന്ന് വിരോധിക്കേണ്ടതെല്ലാം വിരോധിച്ചില്ലേ? കൽപ്പിക്കേണ്ടതെല്ലാം കൽപ്പിച്ചില്ലേ? ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അച്ചടക്കമുള്ള അനുസരണമുള്ള അനുയായികളാകണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് ആ മുജാഹിദ് മൗലവി അവൻ പറയാണ്, അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് തേടാറില്ല. സഹാബത്തിനെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. ഇത് കേട്ടപ്പോ ഞാനിങ്ങനെ എനിക്ക് ചിരി വന്നുപോയി അവന്റെ വാക്ക് കേട്ടിട്ട്. സുബ്ഹാനല്ലാഹ്. എല്ലാ സഹാബികളും 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിട്ട് അത് 12 കത്തവനാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. സർവ്വ സഹാബികളും ജുമഅക്ക് 2 ബാങ്ക് വിളിച്ചിട്ട് മക്ക മദീനയിൽ അടക്കം ഇന്നും 2 ബാങ്കും 20 റക്അത്ത് തറാവീഹും ഉണ്ടായിട്ട് അത് പാടില്ല എന്ന് പറഞ്ഞവനാ സഹാബത്തിന്റെ പേര് പറയുന്നത്. ലോകം മുഴുക്കെ ഇസ്ലാം മതം പ്രചരിപ്പിച്ച സഹാബത്ത് ലോകം മുഴുക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നടപ്പാക്കി. വജൂബായ സുന്നത്ത് എന്ന് പറഞ്ഞത് തെറ്റിദ്ധരിക്കില്ല. 5 നിസ്കരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ, അത് ഉജൂബായ സുന്നത്താണ്. സുന്നത്തിന്റെ ചര്യ അല്ലാതെ നമ്മൾ പറയുന്ന സാങ്കേതിക അർത്ഥത്തിലുള്ള എടുത്താക്കൂലിയുള്ള വിചാരിച്ചിട്ടില്ലാത്തുള്ള അർത്ഥത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ, ആ ചര്യയിൽ പെട്ടതല്ലേ അറബിയിൽ നിസ്കരിക്കണം, അറബിയിൽ ഖുതുബ ഓതണം, അറബിയിൽ ജുമഅ നടത്തണം. നബി തങ്ങളുടെ ജീവിതത്തിൽ ജുമഅ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ നടത്തിയില്ല, ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ ജുമഅ നടത്തിയില്ല. അതിന്റെ ഭാഷ വെട്ടിമാറ്റിയിട്ട് ലോകത്തെ ഏറ്റവും വലിയ വിദഅത്ത് നടപ്പാക്കി മുസ്ലിമീങ്ങളെ ജുമഅ ബാത്തിലാക്കിയവനല്ലേ പുത്തൻവാദി.
അവൻ പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് റസൂലുള്ളാഹിനോട് സഹായം തേടിയില്ല പോൽ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം അവിടുന്ന് പറഞ്ഞു, യഖൂലു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന, ആഖിർ സമാനിൽ വരും ദജ്ജാലൂന, കബളിപ്പിക്കുന്നവർ വരും. ആളുകൾ കൺഫ്യൂഷനാക്കുക, പേരോടിന്റെ ശൈലി പ്രസംഗിക്കുക. എന്നിട്ട് എന്റെ അതേ സൗണ്ട് പോലെ ആക്കി നോക്കുക, അതുമില്ല, അത് വേറെ വിഷയം. ആക്കി നോക്കുക, എന്നിട്ട് എന്റെ ശൈലി പ്രസംഗിക്കുക. എന്റെ ഒരു സാധാരണക്കാരായ സുന്നികളെ പറ്റിക്കാൻ വേണ്ടി ദജ്ജാലൂന, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ദജ്ജാലൂന കബളിപ്പിക്കുന്നവർ, കദ്ദാബൂന ധാരാളം കളവ് പറയുന്നവർ. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് സഹായം നേടിയിട്ടില്ല. എന്നാലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ ചെയ്തത് നേരെ ചെന്നിട്ട് അവിടുത്തെ മുഖത്ത് നിന്ന് തുണിയൊന്ന് നീക്കി, എന്നിട്ടൊന്ന് ചൂണ്ടിച്ചു, എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു, അല്ലാഹുവിന്റെ നബിയായവര്, എന്റെ ബാപ്പയെ, എന്റെ ഉമ്മയെ അങ്ങേക്ക് സമർപ്പിക്കും, എല്ലാം ഞാൻ തങ്ങൾക്ക് സമർപ്പിക്കും. അങ്ങയോടുള്ള സ്നേഹം എല്ലാവരെക്കാളും ശരീരത്തെക്കാളുമുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞത് ഇമാം ഗസാലി തങ്ങൾ ഉദ്ധരിച്ചില്ലേ, ഉദ്കുർനാ ഇൻദ റബ്ബിക വൽനകുൻ ബിബാലിക, അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങളെ കാര്യം തങ്ങൾ പറയണേ നബിയേ. ജീവിതത്തിൽ ഒരു സത്കറാഹത്തും ചെയ്യാതെ, ഒരു ഹറാമും ചെയ്യാതെ ജീവിച്ച സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, എല്ലാ ഔലിയാക്കളെയും നേതാവ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം വേണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് വേണം. ഉദ്കുർനാ ഇൻദ റബ്ബിക, തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ കാര്യം തങ്ങൾ ഓർക്കണേ നബിയേ, പറയണേ നബിയേ. വൽനകുൻ ബിബാലിക, തങ്ങളെ മനസ്സിൽ സാധുക്കളായ ഞങ്ങളെ ഓർമ്മ വേണേ നബിയേ. വഫാത്തിന്റെ ശേഷവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് തേടുകയാണ്, എന്റെ ജീവിതകാലത്തുകൾക്കുള്ളോ മുഅ്മിനീങ്ങളെ, ഞാനിപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ്, ഏകദേശം ഒരു 10 ദിവസം മുമ്പ് ഞാൻ സിയാറത്ത് ചെയ്തു മാസിൻ ഇബ്നു അദൂബ് റളിയല്ലാഹു അൻഹു ഖബർ ഒമാനിൽ സമായിൽ. മഹാനവറുകളിൽ വിഗ്രഹാരാധകനായിരുന്നു. വിഗ്രഹത്തിനെ ആരാധിച്ച് വിഗ്രഹത്തിന് കർമ്മം നടത്തുന്നതിനിടയിൽ വിഗ്രഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. മാസിനെ യാ മാസിനെ ഇസ്മയെ കേൾക്കൂ, സന്തോഷമുള്ള റിപ്പോർട്ട് കേൾക്കൂ. ലഹറ ഖൈറു വതനശർ, അതാ ഖൈർ വെളിച്ചത്ത് വന്നിരിക്കുന്നു, ശർറ് ഉൾവലിഞ്ഞു പോയിരിക്കുന്നു. നബിയും മുളർ ഗോത്രത്തിൽ ഒരു നബിയെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ബിദീനില്ലാഹിൽ അക്ബർ, ഏറ്റവും മഹാനായ റബ്ബിന്റെ ദീനുമായിട്ടാണ് വന്നത്. ഫദഅനഹീതൻ മിൻ ഹജർ, അതുകൊണ്ട് ഞാൻ എന്നെപ്പോലുള്ള കല്ലിനെ നിങ്ങൾ ചെത്തിയുണ്ടാക്കി ആരാധിക്കുന്ന പരിപാടി നിർത്തൂ. അതിനെ നരകത്തിന്റെ ചൂടുന്ന് രക്ഷപ്പെടാം. അതിനെ വിഗ്രഹമാണ് വിളിച്ചു പറയുന്നത്. പേടിച്ചുപോയി, അന്ന് മടങ്ങി. പിന്നെയും കുറെ ദിവസം കഴിഞ്ഞു രണ്ടാമതൊരു കർമ്മം നടത്താൻ വേണ്ടി വീണ്ടും വന്നു വിഗ്രഹത്തിന്റെ അടുക്കൽ. അപ്പൊ പഠിക്കാണ്, അക്ബിൽ ഇലയ അക്ബിൽ, വരൂ മാസിനെ വരൂ, തസ്മഅ മാ ലാ തജ്ഹൽ, നീ മനസ്സിലാക്കിയ വിഷയം ഇനിയും കേൾക്കൂ. അറിയണ്ടാത്ത വിഷയമല്ല, അറിയേണ്ട വിഷയ കേട്ടോ. ഹാദാ നബിയ്യുൻ മുർസൽ, അതാ നബി മുർസൽ വന്നിരിക്കുന്നു. അത് ഇറക്കപ്പെട്ട സത്യവുമായി വന്നതാ. ഫാമിൻബിഹി, പോയി വിശ്വസിച്ചോ മാതിനെ. കൈതഅദില്ലൻ കല്ല് കത്തിക്കപ്പെടുന്ന തീയുണ്ട്, ആ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ മാതിനെ.
നബിന്റെ അടുക്കലേക്ക് പോയിക്കോ, എന്നെ കൈയൊഴിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിലും നബി നിങ്ങളുടെ ജന്മത്തിലും സന്തോഷിക്കാത്ത ഒരു കല്ലുമില്ല, ഒരു മരവുമില്ല. അതിൽ സന്തോഷിക്കാൻ കഴിയേണ്ടവർ അതാ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മാത്രം. സുഹൃത്തുക്കളെ, അന്വേഷണം തുടരുന്നു. നബിതങ്ങളെ കുറിച്ച് വിവരം കിട്ടുന്നു, നബിതങ്ങളെ സമീപത്തേക്ക് ചെല്ലുന്നു. ആ മാതൃകതികളുടെ ചെറുപ്പക്കാരെ കള്ളുകൂടി ശീലിച്ചു പോയ ആളാണ് കേട്ടോ, വ്യഭിചാരം ശീലിച്ചു പോയ ആളാണ് കേട്ടോ. വാദ്യമേളങ്ങളും പാട്ടുകളൊക്കെ വലിയ താല്പര്യമാണ്, അതേ സമയത്ത് നല്ലതിൽ ചിന്ത കുറവാണ്. ആ മാതൃകതികളോ അതാ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടുന്നു. വെളിച്ചത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതിന് വിഗ്രഹമാണ്, കല്ലാണ്. നബിതങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. അല്ലാഹുവേ, ആ ഹബീബിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ സദസ്സുകൾ ഹിദായത്തിന് വഴിയാക്കണേ അല്ലാഹ്, തഖ്വക്ക് വഴിയാക്കണേ അല്ലാഹ്. കേൾക്കുന്നവർക്കല്ല, കേൾക്കുന്നവരെക്കാൾ ഏറ്റവും തഖ്വയുള്ളവൻ പാവപ്പെട്ട ഞാനല്ലേ. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ لا عمل لي لقد نسبت بي نسلا لذي عقوبي وما تثبت قبل الموت نافلة ولم أصلي سوى فرض ولم أصومي. ഇമാം ബൂസരിക്കല്ലത് ബാധകം, അത് ബാധകം ഈ പാവപ്പെട്ട എനിക്കാണ്. നിങ്ങളെപ്പോലുള്ള പ്രസംഗിക്കുന്നവരുടെ മനസ്സ് തട്ടി ഉണർത്താനല്ലേ അത് പറഞ്ഞത്. മറ്റുള്ളവരോട് നല്ലത് പറയുന്നു, പക്ഷേ സ്വന്തം നന്നാകണ്ടേ. പ്രത്യേകങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണം റഹ്മാനേ. അതിനെന്ത് വേണം? അധികം നല്ല നല്ല മനുഷ്യന്മാരെ സദസ്സിൽ പോകണം, നല്ലവരുമായി ബന്ധപ്പെടണം. ഇമാം ബൂസരി അത് സൂചിപ്പിച്ചിട്ടുണ്ട്. വിരളി പിടിച്ച കുതിരയെ പോലെ പിടിച്ചു വിട്ടാത്ത ഒരു ശരീരം പിന്നെയും പിന്നെയും തെറ്റിലേക്ക് ചാടിപ്പോകുന്നു, പിന്നെയും പിന്നെയും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, പിന്നെയും പിന്നെയും നല്ലതിൽ പിടിച്ചു വലിക്കുന്നു. ഈ വിരളി പിടിച്ച കുതിരയെ പോലെ കളിക്കുന്ന എന്റെ ശരീരത്തെ പിടിച്ചു കെട്ടാൽ ഒരു നല്ല ആത്മീയ ചിന്തയുള്ള ഒരു പണ്ഡിതനെവിടെ, ഒരു ആത്മീയ ചിന്തയുള്ള ഒരു സദസ്സെവിടെ, ഒരു ആത്മീയ ചിന്തയുള്ള ഒരു മഹാനെവിടെ? എല്ലാവർക്കും മഹാൻ, എല്ലാവരും കൽബും നന്നാക്കാറുള്ള മഹാൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, മഹാനായ ഫാത്തിമ റളിയല്ലാഹു അൻഹു എന്റെ കള്ളുകൂടി ശീലമൊന്ന് മാറിക്കിട്ടണം, അന്യപെണ്ണിലേക്ക് നോക്കുന്നതും തെറ്റ് ചെയ്യുന്നതും ഒന്ന് മാറിക്കിട്ടണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേ വിഗ്രഹങ്ങളും വലിച്ചെറിഞ്ഞ് എന്നിട്ട് പറഞ്ഞു, കസ്സർതു ബാജിറൻ അജിദഅനം വകാനലന റബ്ബൻ നൂതിഹുബി ലം ബിതിഗ്ലാലി ഫൽഹാസിമിയു ഹാദാ നഹമിൻ വലാലതിന വലം യകുൻ ദീനുഹു മിന്നി അലാ ബാലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് എന്നിട്ട് ഇസ്ലാം മതം അങ്ങ് സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ എല്ലാ പരിപാടികളും ഞാൻ നിർത്തി, എന്നെ സന്മാർഗത്തിലേക്ക് ഹാഷിമിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ നടത്തുന്നു. അവിടുത്തെ ദീൻ എന്റെ മനസ്സിൽ പതിഞ്ഞിരുന്നില്ല, അതെനിക്ക് വിളിച്ചറിയിച്ചതൊരു കല്ലാണ്, വിഗ്രഹമാണ്. ഇനി ഞാൻ പഴയ സ്വഭാവത്തിലില്ലേ ഇല്ല, ഇനി പഴയ വിഷയങ്ങളിൽ ഇല്ലേ ഇല്ല. നബിതങ്ങളോ വിളിച്ചിട്ടെന്ന് പറഞ്ഞു, ഇലൈക റസൂലുള്ളാഹി ഹബ്ബത്തുൻ നബിയതി
تجوب الفيافي من ഒമാനാ ഇലൽ അർജി. ഒമാനിൽ നിന്ന് കഥ ഒരുപാട് താണ്ടി യാത്ര ചെയ്തു വന്നതാ നബിയെ. അത് തങ്ങളിലേക്കാ നബിയെ. എന്തിനാ വന്നത്? അവിടുത്തെ റെക്കമെന്റ് കിട്ടാൻ, അവിടുത്തെ ശഫാഅത്ത് കിട്ടാൻ, അവിടുത്തെ ഉപദേശം കിട്ടാൻ. യാ ഖൈറ യഅ്മൻ വഖിൽ ഹസാ ഫയഖിറ ലി റബ്ബി ഫർജിഉ ബിൽ ഫലജി. തങ്ങളെ റെക്കമെന്റ് കൊണ്ട് ഞാനൊന്ന് നന്നാകണം, തങ്ങളെ ദുആ കൊണ്ട് ഞാനൊന്ന് രക്ഷപ്പെടണം, അവിടുത്തെ റെക്കമെന്റ് കൊണ്ട് ഞാനൊന്ന് രക്ഷപ്പെടണം. എന്റെ ദോഷങ്ങളെല്ലാം റബ്ബൊന്ന് പുറത്തു തരണം. എനിക്കൊന്ന് മടങ്ങിപ്പോകാറുണ്ട് എന്റെ നാട്ടിലേക്ക്. നാട്ടിന്റെ അവസ്ഥ മോശമാണ്. എന്റെ നാട്ടിൽ ദുഷിച്ച ചിന്തകളുള്ളവരാണ്, ദുഷിച്ച പ്രവർത്തനം നടത്തുന്നവരാണ്. അവരിലേക്ക് എനിക്കൊന്ന് തിരിച്ചു പോകണം. പൊറുക്കപ്പെട്ട നിനക്ക് നന്നായിട്ടൊന്ന് മടങ്ങിപ്പോകണം. അവിടുത്തോടങ്ങ് പറഞ്ഞു, ഞാൻ കള്ളുകുടിയിൽ ലയിച്ചു പോകുന്നവനാണ്, ഞാൻ സ്ത്രീകളെ പ്രേമിച്ചു പോകുന്നവനാണ്, ഞാൻ വേണ്ടാത്ത വാദ്യമേളങ്ങളിൽ സുഖിച്ചു പോകുന്നവനാണ്. ഓ നബിയെ, എനിക്ക് പരിഹാരം. ഓ നബിയെ, ഞങ്ങൾ ഒമാനിൽ മഴയില്ല, വലിയ വിഷമത്തിലാണ്. ഓ നബിയെ, ഒരീസലി വെറുതെ എനിക്ക് കുട്ടിയില്ല. അവിടുന്ന് എനിക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യണം, എന്നെ ഒന്ന് സംസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ അബ്ദിൽഹു ബിത്വറബി ഖിറാഅത്തുൽ ഖുർആൻ. അല്ലാഹുവേ, ഈ മാസിനിൽ വാദ്യമേളങ്ങളിലും പാട്ടിലുമൊക്കെയുള്ള വാസന മാറ്റി ഖുർആന് കൊണ്ട് രസം കൊടുക്കണേ. വബിൽ ഹറാമിൽ ഹലാൽ, ഹറാമിന് പകരം ഹലാൽ കൊടുക്കണേ. തെറ്റിന് പകരം ആധിപത്യം കൊടുക്കണേ. അദ്ദേഹത്തിന്റെ നാട്ടിൽ ജീവിതം കൊടുക്കണേ. അദ്ദേഹത്തിന് കുട്ടിയെ കൊടുക്കണേ. മഹാനവറുകൾ പറഞ്ഞു, കുന്തും റബ്ബിൽ ഹംദി വല്ലഹരി സബബിയ حتى أنا الجسم بالنهجي فبدلني بالخمر خوفا وخشية وباللهر إسحانا فحسن لي فرجي. എന്റെ ആ വാദ്യമേളങ്ങളോടുള്ള വാസന പോയി. ഖുർആനാണ് എനിക്ക് താല്പര്യം. പകുതിയോളം ഖുർആൻ ഞാൻ മനഃപ്പാഠമാക്കി. ഞാൻ വിവാഹം കഴിച്ചു. എനിക്കതാ ഹയ്യാൻ ഇബ്നു മാദിൻ എന്ന കുട്ടി ജനിച്ചു. ഒമാനിൽ ധാരാളം മഴ കിട്ടി. ഞാനിപ്പോൾ ഒരു 10-12 ദിവസം മുമ്പ് മഹാനവറുകളെ ഖബറിന് സമീപത്ത് ചെന്നപ്പോഴും കണ്ടല്ലോ, നല്ല ശുദ്ധമായ വെള്ളം ആ മഖ്ബറയുടെ താഴ്ഭാഗത്തൂടെ ഇങ്ങനെ ശുദ്ധവെള്ളമൊഴുകുന്നു. സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ